ഏ പെണ്ണേ ബാലേ കിളിക്കിടാവേ, തെളിവിനോടൊരു കഥ ചൊല്ലെന്നോട്. തുണ ചെയ്തിടണേ ഭഗവതി കാത്തിടണേ. കൂന്തൽ ഭാരം ജനിച്ചു ആഭരണം അണിഞ്ഞു പെണ്ണു കാതിലെ തോടയിളക്കിക്കൊണ്ടേ കാനനം നീളെ നടന്നവളും. പഞ്ചവടിച്ചാടി ചിന്നപ്പോഴേ കണ്ടവൾ ശ്രീരാമ ലക്ഷ്മണനെ. കണ്ണെടുക്കാതെന്ന് നീയനക്കാതെന്ന് കാമിനിയായി മാറിത്തന്നേ. മോഹിനി ചാലക്കാരി എടി അഴകുഴമ്പി കാര്യം ചൊല്ലടി പെണ്ണേ. മുന്നേ ഞാൻ കേട്ട പെണ്ണരികിലുള്ളപ്പോൾ എപ്പടി ഞാൻ നിന്നെ ഭരിക്കും പെണ്ണെ. സൊല്ലടി എപ്പടി ഞാൻ നിന്നെ ഭരിക്കും പെണ്ണെ. എന്നിലും ഇളയ വന്നവനോട് ചൊൽക ഭരിക്കും നിന്നെ അവൻ സ്വന്തമായി. அப்படிയൊന്നുமே சொல்ல வேண்டாம் என்ன, இங்கே ഞാൻ വന്നത് തുണയായി താനേ. அங்கே அங்கே எக்கனோடு போய் சொல்லடி. அப்படியா மனோ அங்க போடி. ராசா திரும்பி போடி. ஐயா 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 ഇവള് തിന്ന പെണ്ണിവള് കൊന്നിടുവേ ഞാനിവള இந்த நிமிஷம். നില്ലടിയങ്ക എടി നില്ലടിയങ്ക. കാടിലക്കി മേളക്കി ഓടി സൂപ്പണവേ ലക്ഷ്മണൻ വാളിനാൽ തടുത്തുയർത്തി. அதுக்கப்புறம் ആഞ്ഞു വീശിയ വാളിനാലെ വെട്ടി മാറ്റി മൂക്കും മാറിടവും പലരി വിളിച്ചു കരഞ്ഞു പാഞ്ഞുപോയി രാവണ സവിധേ ശൂർപ്പണഖ. ഏയ് അയ്യാ കഥ പോതുമാ. ഇല്ലാവചനം ചൊല്ലിയ പെണ്ണ് രാവണ പരമനിളക്കി സീതയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ. രാവണോ രാവണ വിഗ്രഹം ചെയ്തു. ഔ ഇപ്പതാ കഥ മുടിഞ്ചാച്ചു. മങ്കൈ വനമത് കാരണം പെരിയ കഷ്ടം ഏതു നാട്ടിലും. അപ്പോ കൊമ്പൻ നനച്ചാലോ? അയ്യോ തപ്പ്, അതും ശരിതാനേ.